ഇഡിയുടെ റെയ്ഡിൽ പേടിച്ചോടാൻ തന്നെ കിട്ടില്ലെന്നും തല പോയാലും ബിജെപി ഉയർത്തുന്ന രാഷ്ട്രീയത്തിനെതിരെ പോരാടുമെന്നും സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി എ മുഹമ്മദ് റിയാസ്. തെറ്റ് ചെയ്താൽ മാത്രമേ പേടിക്കേണ്ട ആവശ്യമുള്ളൂ. തെറ്റായ വാർത്തകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം സിപിഐഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി നിഖിലിന്റെ വീട്ടിലടക്കം കോഴിക്കോട് നഗരത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ഇഡി റെയ്ഡ് നടത്തിയിരുന്നു. തന്റെ സുഹൃത്തുക്കളായതുകൊണ്ടാണ് അവർ റെയ്ഡിന് വിധേയരായത്. കരാർ പ്രകാരം സേവനം നൽകി ബാങ്ക് അക്കൗണ്ട് വഴി പണം വാങ്ങിയ സംഭവത്തിലാണ് ഇഡി റെയ്ഡ് നടത്തുന്നത്. വാർത്തകളിൽ വന്ന ലേക്കർ ഇന്ത്യ എന്ന സ്ഥാപനത്തെക്കുറിച്ച് തന്റെ നോമിനേഷൻ പേപ്പറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും മറ്റു വാർത്തകൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ലെന്നും പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. വീണ ഒരു പുതിയ സ്ഥാപനം ലേക്കർ എന്ന സ്ഥാപനം തുടങ്ങിയെന്ന് പറഞ്ഞ് അതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ വരുന്നു. അതൊരു പുതിയ സ്ഥാപനമൊന്നുമല്ല. സംശയം ഉണ്ടെങ്കിൽ എൻ്റെ നോമിനേഷൻ പേപ്പർ നോക്കിയാൽ മതി. എന്തെങ്കിലും ഒളിച്ചു വെച്ച് തുടങ്ങിയ ഒരു സ്ഥാപനമല്ല, പരസ്യപ്പെടുത്തിയാണ് നോമിനേഷനിൽ എഴുതിയ സ്ഥാപനം. അസംബന്ധമായ എല്ലാ കാര്യങ്ങളും നിയമപരമായി നേരിടുമെന്നും തല പോയാലും ബിജെപിയുടെ രാഷ്ട്രീയത്തിന് വഴങ്ങില്ലെന്നും പി എ മുഹമ്മദ് റിയാസ് കൂട്ടിച്ചേർത്തു. ഒരുപാട് അസംബന്ധങ്ങളും അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിച്ചു. ഞാൻ അതിന് ഓരോന്നിനും മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. രാഷ്ട്രീയമായും നിയമപരമായും ഇത്തരം കാര്യങ്ങൾ നേരിടാൻ തീരുമാനിച്ചിരിക്കുന്നു. നിയമപരമായി നേരിടാൻ തീരുമാനിച്ചുകൊണ്ട് തന്നെ ഓരോ ഇപ്പോൾ വന്നിട്ടുള്ള കാര്യങ്ങൾക്കും ഞാനിപ്പോൾ ഇവിടെ മറുപടി പറയില്ല, നിയമപരമായി തന്നെ മറുപടി പറയും. ബിജെപി ഉയർത്തുന്ന അപകടകരമായ രാഷ്ട്രീയത്തെ ഇന്നലെ എതിർത്ത പോലെ ഇന്ന് എതിർക്കുന്ന പോലെ നാളെ എതിർക്കും. അത് തല പോയാലും അതിനെതിരെ ഫൈറ്റ് ചെയ്യും. ഇഡിയുടെ പക്ഷപാതപരമായ റെയ്ഡിനെതിരെ കഴിഞ്ഞ ദിവസം കോഴിക്കോട് നഗരത്തിൽ സിപിഐഎം ജില്ലാ കമ്മിറ്റി പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചിരുന്നു. കൈരളി ന്യൂസ്, കോഴിക്കോട്.